അതെ, ഞാനിന്ന് ഒരു കക്ക റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. അതിനായി ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളി ഇത് എല്ലാം ചെറിയതായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവറുത്ത് ചെറിയ രീതിയിലൊരു ജ്യൂസി പരുവാകുന്നിട വരെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കാക്കുട്ടന്മാരെ എടുത്തിടുക. നല്ല മഞ്ഞ പൂവൻ കക്കയായിട്ട് അതിങ്ങനെ തട്ടിപ്പൊത്തി വെക്കുന്നതെന്ന് പറയത്തില്ലേ, അതുപോലെ നല്ലൊരു ഷേപ്പിൽ അങ്ങോട്ട് വെച്ചേച്ച് ഒരു മൂടിയെടുത്ത് ഒരു 15 മിനിറ്റോളം ആവിയിൽ വേവട്ടെ. 15 മിനിറ്റ് കഴിയുമ്പോൾ ദാണ്ട തേങ്ങ, മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, കുറച്ച് തോനെ വേണം കുരുമുളക് പൊടി ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ രണ്ടും കൂടെ നല്ല അടിപൊളിയായിട്ടങ്ങ് ചേർന്ന് വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇത് നല്ല തട്ടിപ്പൊട്ടി വീണ്ടും ഒരു റൗണ്ടും കൂടെ വെച്ച് 10 മിനിറ്റോളം ആവിയിൽ വേവിച്ച് നല്ലൊരു മണമായിരിക്കും അടുക്കളയിലൊക്കെ. പയ്യെ വേറെ പണിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് സെറ്റാവും. കണ്ടില്ലേ, ഇങ്ങനെയാണ് തട്ടിപ്പൊത്തി വയ്ക്കുക എന്ന് പറയുന്നത്. എൻ്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. ഇതിനെ അങ്ങ് അടച്ച് ചെറിയ തീയിൽ വയ്ക്കുക. കുറച്ചൊരു 10 മിനിറ്റോളം ഇരിക്കണം. അതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ടുള്ള കക്കാത്തോരൻ റെഡിയാവും. കക്കാത്തോരൻ എന്ന് പറയുന്ന ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുന്നൊരു സാധനമല്ല. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വരും. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് ഞാനിന്ന് ഉണ്ടാക്കിയതാണ്. ഈ ചപ്പാത്തിയും കക്കാത്തോരനുമായിരുന്നു. ബാക്കി ഉച്ചയ്ക്കും കൂടെ എടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായില്ലേ?